ഇന്ന് നമുക്ക് ഒരു ഇന്ത്യൻ സിനിമാ സംവിധായകനെക്കുറിച്ച് സംസാരിക്കാം. ഞാൻ കുറച്ച് ക്ലൂസ് തരാം. ഈ ക്ലൂ വെച്ചിട്ട് എത്ര പേർക്ക് ആളെ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുമെന്നുള്ളത് നമുക്ക് നോക്കാം. ഒരു സിനിമയുടെ സെറ്റിൽ പോലും പോയിട്ടില്ലാത്ത, ഡയറക്ഷനെക്കുറിച്ച് ഒന്നും അറിയാതിരുന്ന അദ്ദേഹം തൻ്റെ ആദ്യത്തെ സിനിമയ്ക്ക് വേണ്ടി കണ്ടുപിടിച്ച ക്രൂവും ഏകദേശം അതുപോലെ തന്നെയായിരുന്നു. ക്യാമറാമാൻ ആദ്യമായിട്ടായിരുന്നു ക്യാമറ ചലിപ്പിക്കുന്നത്. ആർട്ട് ഡയറക്ടറും ആദ്യമായിട്ടാണ് സിനിമയിൽ വർക്ക് ചെയ്യുന്നത്. ഇൻഫാക്റ്റ് അഭിനേതാക്കളിൽ ഒരു 90% ആൾക്കാരും ആദ്യമായിട്ടാണ് അഭിനയിക്കുന്നത്. അന്നത്തെ കാലത്ത് മിക്കവാറും സിനിമകളെല്ലാം ഇൻഡോറിൽ സെറ്റിട്ട് ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ഇദ്ദേഹം ഔട്ട്ഡോറിൽ നാച്ചുറൽ ലൈറ്റിൻ്റെ വെളിച്ചത്തിൽ സിനിമ ചെയ്യണമെന്ന് നിർബന്ധം പിടിച്ചു. വേറൊരു പ്രശ്നം പണമായിരുന്നു. സ്വാഭാവികമായിട്ടും ഡയറക്ടർ തന്നെയായിരുന്നു പടത്തിൻ്റെ പ്രൊഡ്യൂസറും. അദ്ദേഹം തൻ്റെ പേഴ്സണൽ ബിലോങ്ങിങ്സ് പലതും വിൽക്കേണ്ടി വന്നു. തൻ്റെ ഭാര്യയുടെ ആഭരണങ്ങൾ, സേവിങ്സ്, അങ്ങനെ പലതും ഈ സിനിമയ്ക്ക് വേണ്ടിയിട്ട് വിൽക്കേണ്ടി വന്നു. എന്നിട്ടും പണം തികയാതെ വന്നപ്പോൾ പല ആക്ടേഴ്സും ക്രൂവും പൈസ വാങ്ങാതെയാണ് ഈ സിനിമയിൽ വർക്ക് ചെയ്തത്. കാരണം അവർക്കറിയാമായിരുന്നു ഇറ്റ് വാസ് എ ലെജൻഡ് ഇൻ ദ മേക്കിംഗ്. ഫ്രണ്ട്സിൻ്റെ കയ്യിൽ നിന്ന് കടം വാങ്ങിയും ആഭരണം വിറ്റും അവസാനം ഏകദേശം 2 കൊല്ലത്തോളം കഴിഞ്ഞപ്പോൾ സിനിമ നിന്നുപോയി. അപ്പോഴാണ് സ്റ്റേറ്റ് ഗവൺമെൻറ് ഈ സിനിമയുടെ ഒരു പ്രിവ്യൂ കണ്ടതിന് ശേഷം ഈ സിനിമ കംപ്ലീറ്റ് ചെയ്യാനുള്ള ഫണ്ടിങ് ചെയ്യാം എന്നുള്ളൊരു സജഷനുമായിട്ട് വന്നത്. അങ്ങനെ സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ സഹായത്തോട് കൂടിയിട്ടാണ് ഈ സിനിമ പൂർത്തിയാവുന്നത്. ഈ സ്റ്റേറ്റ് ഗവൺമെൻറ് എന്തുകൊണ്ടാണ് ഈ സിനിമയ്ക്ക് ഫണ്ട് ചെയ്തത്? ഈ സിനിമയുടെ പ്രിവ്യൂ കണ്ടപ്പോൾ സ്റ്റേറ്റ് ഗവൺമെൻറ്റിന് തോന്നിയത് ഇത് ഈ ഗ്രാമവികസനം, ഗ്രാമത്തിലെ കൾച്ചർ, ഇതെല്ലാം കാണിക്കുന്ന ഒരു സിനിമയാണെന്ന്. മാത്രമല്ല ഈ സിനിമയുടെ പേരും വളരെ ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. സിനിമയുടെ പേര് സോങ് ഓഫ് ദ റോഡ്, which literally translates to Pather Panchali in Bengali, and the director is none other than the legendary Satyajit Ray. തുടക്കത്തിൽ വലിയ നിരൂപക പ്രശംസയൊന്നും കിട്ടാതിരുന്ന പഥേർ പാഞ്ചാലി പിന്നെ ആ വർഷത്തെ മികച്ച ചിത്രത്തിനുള്ള നാഷണൽ അവാർഡ് വാങ്ങുകയുണ്ടായി. അതിനുശേഷം കാൻസിൽ അവാർഡ് വാങ്ങുകയുണ്ടായി. അതിനുശേഷം ഇന്ത്യൻ സിനിമയെ ലോക സിനിമാ ഭൂപടത്തിൽ അടയാളപ്പെടുത്തുന്ന ചിത്രമായിട്ട് പഥേർ പാഞ്ചാലി മാറി. സത്യജിത് റേ ഒരു ഹ്യൂമൻ ഫിലിം മേക്കറായിരുന്നു. അന്നത്തെ കാലത്ത് സിനിമകളെല്ലാം ഈ സ്ലാപ്സ്റ്റിക് കോമഡി, അൺറിയലിസ്റ്റിക് റൊമാൻസ്, ആക്ഷൻ ഇതെല്ലാം സ്ക്രീനിൽ കൊണ്ടുവന്ന സമയത്ത് റേ തൻ്റെ ക്യാമറ തിരിച്ചു വെച്ചത് ബംഗാളിലെ ഒരു സാധാരണ കുടുംബത്തിൻ്റെ ദുരിതം, യാതന എന്നിവയെല്ലാം പകർത്താനാണ് ത്രൂ പഥേർ പാഞ്ചാലി. പഥേർ പാഞ്ചാലി ഒരു തുടക്കം മാത്രമായിരുന്നു സത്യജിത് റേക്ക്. അതിനുശേഷം രാജ്യം അദ്ദേഹത്തെ പത്മശ്രീ, പത്മഭൂഷൺ, പത്മവിഭൂഷൺ, ഭാരതരത്ന എന്നിങ്ങനെ ഒരുപാട് അവാർഡുകൾ നൽകി ആദരിച്ചു. ഇന്ത്യൻ സിനിമയെ വേറെ തലത്തിലേക്ക് ഉയർത്തിയ ഈ ഡയറക്ടർക്ക് അക്കാഡമി അവാർഡും കിട്ടുകയുണ്ടായി, സ്പെഷ്യൽ ഓണറബിൾ മെൻഷൻ. സത്യജിത് റേയെക്കുറിച്ച് ഇന്നത്തെ പുതിയ ജനറേഷന് എത്രമാത്രം അറിയും എന്നെനിക്കറിയില്ല. എന്തായാലും ജാപ്പനീസ് ഡയറക്ടറായ അകിര കുറസോവയുടെ റേയെക്കുറിച്ചുള്ള ഒരു വാചകം കൂടി കോട്ട് ചെയ്തുകൊണ്ട് നമുക്ക് അവസാനിപ്പിക്കാം. അകിര കുറസോവ പറയുന്നത്, നിങ്ങൾ സത്യജിത് റേയുടെ ഒരു സിനിമ കണ്ടിട്ടില്ല എന്ന് പറയുന്നത് ഒരു ആയുഷ്കാലം മുഴുവൻ ജീവിച്ചിട്ട് സൂര്യനെയോ ചന്ദ്രനെയോ കണ്ടിട്ടില്ല എന്ന് പറയുന്നത് പോലെയാണ്.